നമസ്കാരം. സംസ്ഥാനത്തെ ഓരോ പൗരനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ മുന്നോട്ട് വെക്കുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി കേരളത്തെ ഒരു സമഗ്ര ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള കാഴ്ചപ്പാടിലാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സംവിധാനം വിപുലീകരിക്കുകയും ന്യൂനത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലവസരം എന്നിവ ഉറപ്പാക്കിയ ജനപക്ഷ സർക്കാരിന് LDF സർക്കാർ ഇത്തരം വികസന കാഴ്ചപ്പാടിൻ്റെ പ്രധാന ഭാഗമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ 5 വിഭാഗക്കാർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഭാഗമാണ്. ഇതിൽ ആദ്യത്തെ 2 വിഭാഗവും കേരളത്തിൽ സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പെൻഷനാണെന്നും മന്ത്രി. ഇതിന് പുറമെയാണ് 16 തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത്. കർഷകർ, ക്ഷീരകർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഖാദി തൊഴിലാളികൾ, വ്യാപാരികൾ, അസംഘടിത തൊഴിലാളികൾ, ചുമട്ടി തൊഴിലാളികൾ, ആഭരണ തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, ഈറ്റ, കാട്ടുവള്ളി താഴ തൊഴിലാളികൾ, ബീഡി ചുരുട്ട് തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്കാണ് ക്ഷേമ പെൻഷൻ. സാമ്പത്തിക ബലം ഇല്ലാത്തത് സാഹചര്യത്തിൽ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നത് എന്നും മന്ത്രി. പെൻഷൻ ഡാറ്റാ ബേസിൽ നിലവിൽ 63.67 ലക്ഷം പേരുടെ വിവരങ്ങളുണ്ട്. മസ്റ്ററിംഗ് ചെയ്ത 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇവരിൽ 63% സ്ത്രീകളാണ് എന്നതാണ് സാമൂഹിക സുരക്ഷ സ്ത്രീപക്ഷ നിലപാടും വ്യക്തമാക്കുന്നത്. 2011-2016 കാലം കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ പെൻഷൻ നൽകിയിരുന്നത് 34,43,414 പേർക്കാണ്. മാസം 600 രൂപ നിരക്കിൽ 9,011 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2016-2021 കാലയളവിലെ ഒന്നാം പിണറായി സർക്കാർ പെൻഷൻകാരുടെ എണ്ണം ഘട്ടം ഘട്ടമായി 60 ലക്ഷമാക്കി ഉയർത്തി. 600 രൂപ എന്ന പെൻഷൻ തുക 1,600 മാറ്റി. 5 വർഷത്തിനുള്ളിൽ LDF സർക്കാർ പെൻഷനായി വിതരണം ചെയ്തത് 35,154 കോടി രൂപയാണ്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 62 ലക്ഷം പേർക്കാണ് 1,600 രൂപ നിരക്കിൽ 37,582 കോടി രൂപ വിതരണം ചെയ്തു. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം കഴിയുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആ കുടിശ്ശിക തീർത്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2023-24 കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം തടസ്സപ്പെടുകയും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉയരുകയും ചെയ്തപ്പോൾ കുറച്ച് മാസങ്ങളിലായി 5 ഗഡുക്കളായി പെൻഷൻ കുടിശ്ശിക ആയിരുന്നുവെങ്കിലും സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് 3 ഗഡുക്കൾ വിതരണം ചെയ്തു. 2024 മാർച്ച് മുതൽ അതത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നുണ്ട്. ബാക്കി 2 ഗഡുക്കളും താമസിയാതെ നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം മനുഷ്യ സൗഹൃദ സമൂഹ സംവിധാനത്തിലേക്കുള്ള മാതൃകാപരമായ കുതിപ്പാണ് തുടരുന്നത്. ക്ഷേമ പെൻഷൻ സംവിധാനത്തിൻ്റെ ശാസ്ത്രീയീകരണത്തിലെ സംസ്ഥാന സർക്കാർ സാമൂഹിക നീതിയുടെ നവപാതകളിൽ പുതിയ മാതൃക സൃഷ്ടിക്കുന്നു. പൗരൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സർക്കാർ ശ്രദ്ധയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒന്നും പരിശോധിക്കാതെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവനകൾ നടത്തുന്നത് എന്നും സാധാരണക്കാരെ അവഹേളിക്കുന്നത് എന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.